ഹലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 18-ാം തീയതിയിലത്തെ എക്സാമിന് 9 ഡേയ്സ് ടൈം ടേബിളായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ മാത്രമാണല്ലോ നമുക്ക് നാളെ തൊട്ടിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണമാണ് വീഡിയോ ഇത്രയും ലേറ്റായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വീഡിയോയ്ക്ക് കിടക്കാം. അത് തന്നെ ഞാൻ ഡിസ്ക്ലെയിമർ പോലെ പറയട്ടെ. ഇതൊന്ന് ഞാൻ 9 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇത് പഠിക്കുന്ന കുട്ടികൾക്കിത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പോലെ കുറച്ച് നാളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞപ്പോൾ ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ മാർക്കിനെക്കാട്ടിയും കൂടുതൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അതെൻ്റെ പ്ലസ്സാണ്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരുവിധം ഒരു 80% ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് പറ്റിയ ടൈം ടേബിളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം ഇതൊട്ടും പ്രാക്ടിക്കലല്ല, അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഇംഗ്ലീഷ്, മാത്സ്, GK ഡെയിലി വൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് തലേദിവസം മാത്രം സ്പീഡി ആയിട്ടൊന്ന് നോക്കുക എന്നുള്ള രീതിക്ക് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് ഞാൻ കോർപ്പറേഷൻ, ബാങ്കിങ്ങും, അക്കൗണ്ടിങ്ങും, ലോയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 8-ാം തീയതി, നാളെ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 ഡേയ്സ് ടൈം ടേബിളായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 9-ാം തീയതി, നാളെ വെള്ളിയാഴ്ച, കോർപ്പറേഷൻ ഫസ്റ്റ് 3 മൊഡ്യൂൾ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് 3 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ബേസിക്കാണ്. ICA അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ICAയുടെ ഘട്ടങ്ങൾ, 4 ഘട്ടങ്ങൾ, അതിൻ്റെ ഇയർ, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച ഇയർ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, ആ ഭാഗം മെയിനായിട്ട്. പിന്നെ ഫോറിൻ കൺട്രീസ് 3 എണ്ണമുള്ളൂ, അത് പെട്ടെന്ന് കഴിയാവുന്നതാണ്. പിന്നെ കമ്മിറ്റീസ്. അപ്പോൾ ഞാൻ ഈ 3 മൊഡ്യൂളുകളാണ് 9-ാം തീയതി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ കാലത്ത് ഉച്ചയ്ക്ക്, ഇതിപ്പോൾ ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് പറ്റിയ ടൈം ടേബിളല്ല എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ടി പഠിക്കുന്ന പിള്ളേർക്ക് പറ്റുന്ന ടൈം ടേബിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 ടൈമായിട്ട് നിങ്ങൾക്കത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. മോർണിംഗിൽ പ്രിൻസിപ്പിൾസ് എടുത്തോ നിങ്ങൾ, ഒരു ഉച്ച സമയത്താകുമ്പോൾ ഫോറിൻ കൺട്രീസ് എടുത്ത് 3 എണ്ണമുള്ളത് നമുക്ക് എളുപ്പമായിട്ട് കഴിയും. പിന്നെ വൈകിട്ട് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. ഓക്കെ, പിന്നെ ആക്ട് റൂളിന് ഞാൻ സെക്ഷൻ 15 എണ്ണം, റൂള് 15 എണ്ണം, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കണം കേട്ടോ. 15 സെക്ഷൻ വായിക്കുക, 15 റൂള് വായിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം ഒന്ന് ഓടിച്ച് നോക്കി പോവുക. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ആക്റ്റും റൂൾസും. അതിൽ പിന്നെ ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മാർക്കിങ് നമുക്ക് മൈൻഡിൽ നിൽക്കും. അപ്പോൾ 15 എണ്ണം വായിക്കുക, 15 എണ്ണം വായിച്ച് പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ സെക്ഷനും റൂളും 15. ദെൻ ലാസ്റ്റ് PYQ ഒരെണ്ണം നോക്കുക. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ ഗൈഡ്, സ്പെഷ്യൽ ഗൈഡ് അങ്ങനെ എക്സാം നടക്കുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒട്ടും ക്ഷാമല്ല. ഞാൻ കുറച്ച് കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ഒന്ന് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം ചാനലാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ മാർക്കഡ് PDF ഉണ്ട്. അവരുടെ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പക്ഷേ നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ പറ്റും. മാർക്കഡ് PDF ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ വേറെ PYQൻ്റെ മൊത്തത്തിലുള്ള PYQൻ്റെ വേറൊരു ചാനലുണ്ട്. ആ 2 ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഞാൻ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കുക. അതിനെന്തായാലും നമുക്കൊരു 2-3 മണിക്കൂർ അതിന് മാറ്റി വെച്ചോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാം എടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നാളെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ലാസ്റ്റ് നടന്നൊരു 6 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ട് തന്നെ എക്സാം ചെയ്ത് പോവുക. അപ്പോൾ നമുക്കതിന് അത്യാവശ്യം ടൈം വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ
അത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടം വരാത്തൊരു കാര്യം കൂടിയാണ് OMR ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് എക്സാം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് മിസ്റ്റേക്ക് എവിടെയാണെന്നും കൂടി നോക്കണം, അതും കൂടി കറക്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു 3 മണിക്കൂർ അതിന് കൊടുത്തോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. PYQ കഴിഞ്ഞ PYQ എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ അത്ര ടൈം വേണ്ടി വരില്ല കേട്ടോ. എന്നെപ്പോലുള്ളവർ കഴിഞ്ഞ PYQകളൊന്നും അറ്റൻഡ് ചെയ്യാത്ത എക്സാമുകളാണല്ലോ. അപ്പോൾ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് OMR ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ടൈം അധികം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് നടന്നത് 4-ാം തീയതിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബർ 29 നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അങ്ങനെ ബാക്കിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ PYQ കൊടുത്തിട്ടുള്ള എല്ലായിടത്തും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ അക്കൗണ്ടിങ് ഫസ്റ്റത്തെ 3 മൊഡ്യൂളുകളാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് 9-ാം തീയതി. ഫസ്റ്റ് 3 മൊഡ്യൂൾ ആഡ് ചെയ്യാൻ കാരണം 3 ബേസിക്സ് ആണ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്കുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ 3 എണ്ണം ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, ജേണൽ, ലെഡ്ജർ, സബ്സിഡറി ബുക്സ്. ഈ ജേണൽ, ലെഡ്ജറിനെയൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അക്കൗണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ അത് പഠിച്ച് വയ്ക്കുക. ഓക്കെ. ദെൻ ബാങ്കിങ്ങിൽ ആദ്യത്തെ 2 മൊഡ്യൂളാണ് പറഞ്ഞിരിക്കുന്നത്. അതും ബേസിക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് 2 മൊഡ്യൂൾ ഇട്ടത്. ദെൻ അടുത്ത 10-ാം തീയതി കോർപ്പറേഷൻ 4ഉം 5ഉം മൊഡ്യൂളാണ് വരുന്നത്. 4ഉം 5ഉം ഇയർ, ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ പഠിക്കേണ്ടതാണ്. NCUI ഒക്കെ പ്രസിഡൻറ്റിനെ കഴിഞ്ഞ് 4-ാം തീയതി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവരുടെ എത്ര ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഡേറ്റും ഇയറും സഹിതം പഠിക്കുക. അങ്ങനെ കുറച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മോർണിംഗ് 4 പഠിക്കുകയാണെങ്കിൽ രാത്രി 5-ാമത്തെ മൊഡ്യൂൾ പഠിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താ പറയുക, അധികം തന്നെ അതിലേക്ക് സ്ട്രെസ് ഔട്ട് ആവാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ആക്ട് ആൻഡ് റൂൾ ഈ പറഞ്ഞ പോലെ 16 തൊട്ടിട്ട് 30 വരെയുള്ള സെക്ഷനും റൂളും നോക്കാം. ലാസ്റ്റ് PYQ പറഞ്ഞാൽ ഇപ്പോൾ 4-ാം തീയതിത്തെ നമ്മൾ കഴിഞ്ഞ 9-ാം തീയതി നോക്കി. 10-ാം തീയതി ഞാൻ പറഞ്ഞ പോലെ 29-ാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ എക്സാം ഇതുവരെ അത് ആൻസർ മാർക്ക് ചെയ്തിട്ട് അത് വായിച്ചു പോവുക. അത് നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ ഞാനത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരണേന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മളപ്പോൾ OMR ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ആ ടൈം നമുക്ക്, അതുകൊണ്ടാണ് ഞാനവിടെ 3 മണിക്കൂർ കൊടുത്തത്. ഓക്കെ. പിന്നെ അക്കൗണ്ടിങ് 4th and 5th മൊഡ്യൂൾ, ബാങ്കിങ് 3rd, 4th, 5th ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 മൊഡ്യൂൾ ഇട്ടത്. ദെൻ സൺഡേ 11-ാം തീയതി കോർപ്പറേഷൻ 6ഉം 7ഉം മൊഡ്യൂൾ, ആക്ട് ആൻഡ് റൂള് 15 ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ട് ഹെഡിങ്സ് അല്ലാണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉള്ളത് അതൊന്നും എടുത്ത് പഠിക്കണം കേട്ടോ. പിന്നെ ഹെഡിങ്സ് കൂടുതൽ നോക്കിയാൽ മതി. റൂൾസിൽ എല്ലാറ്റിൻ്റെ ഹെഡിങ്സ് നോക്കണമെന്നില്ല. PYQ ആയിട്ട് കൂടുതൽ കണ്ടുവരുന്നത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കി പോവുക. പിന്നെ അതിന് മുന്നുള്ളൊരു PYQ നോക്കുക. അക്കൗണ്ടിങ് 6ഉം 8ഉം മൊഡ്യൂളാണ്. ബാങ്കിങ് 6ാമത്തെ മൊഡ്യൂൾ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് അത് എടുത്തത്. പിന്നെ തിങ്കളാഴ്ച 12-ാം തീയതി കോർപ്പറേഷൻ 8, 9, 10, ആക്ട് ആൻഡ് റൂളിൽ അടുത്ത 15. അതിന് മുന്നത്തെ PYQ സെക്രട്ടറിയുടെ ആയിട്ട് എടുക്കാം. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് എഴുതാത്തവർ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അക്കൗണ്ടിങ് 7, ബാങ്കിങ് 7ാമത്തെ മൊഡ്യൂൾ. അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും 7ാമത്തെ മൊഡ്യൂൾ കുറച്ചധികം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ഒരു മൊഡ്യൂളിനായിട്ട് എടുത്തത്. അക്കൗണ്ടിങ് 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റിനാണ്, കോസ്റ്റ് റിലേറ്റഡ് ആണ്. കോസ്റ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു കേട്ടോ. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് 4-ാം തീയതി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ബാങ്കിങ്ങിലും 7ാമത്തെ മൊഡ്യൂൾ നെഫ്റ്റ്, RTGS, ATM ഇതിൻ്റെ ഫുൾ ഫോം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ പാട്ടാണ്. ദെൻ 13-ാം തീയതി ചൊവ്വാഴ്ച റിവിഷനായിട്ട് വെച്ചേക്കാണ്. ഇതെല്ലാതും ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് പോകാം. റിവിഷൻ ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കില്ല. ഇപ്പോൾ 9 ദിവസത്തെ ടൈം ടേബിൾ ആണെങ്കിൽ കൂടി റിവിഷൻ വെക്കാനുള്ള കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, റിവിഷൻ ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിക്ക് ഒന്നുകൂടി ക്യാച്ച് ഔട്ട് ചെയ്യാനായിട്ട്
റിവിഷൻ നമുക്ക് ഉപകരിക്കും. അപ്പോൾ PYQ നോക്കണമെന്നില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഇപ്പോൾ സെക്ഷൻ്റെയും റൂൾസിൻ്റെയും ഹെഡിങ് മാത്രമായാലും ഒന്ന് വായിച്ചു പോവുക. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ചൊവ്വാഴ്ച റിവിഷനായിട്ട് വെച്ചത്. ദെൻ 14-ാം തീയതി ബുധനാഴ്ച കോപ്പറേഷൻ 11-12 മൊഡ്യൂൾ, ആക്ട് ആൻഡ് റൂള് ഈ പറഞ്ഞ പോലെ 15 എണ്ണം കൊണ്ടുപോകാം. PYQ സെക്രട്ടറിയോട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയോട് പറഞ്ഞെടുക്കുക. പിന്നെ അക്കൗണ്ടിങ് 9-ാമത്തെ മൊഡ്യൂൾ, അത് കുറച്ച് വലിയ മൊഡ്യൂളാണ്. പോരാട്ടത്തിന് അതിൽ നിന്ന് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നോക്കുക. 9-ാമത്തെ മൊഡ്യൂൾ ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതിൽ നിന്നല്ല കേട്ടോ, മറ്റേ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പാർട്ട് 10th മൊഡ്യൂളാണ്. 10th മൊഡ്യൂൾ അക്കൗണ്ടിങ് നല്ലോണം നോക്കി പോകണം കേട്ടോ. അപ്പോൾ 9-ാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ്ങും ബാങ്കിങ് 8, 9, 10 ചെറിയ മൊഡ്യൂളുകളായതുകൊണ്ടാണ് 3 എണ്ണം വെച്ചത്. ചെറിയ മൊഡ്യൂളാണ്, പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 15-ാം തീയതി വ്യാഴാഴ്ച കോപ്പറേഷൻ 13, 15 മൊഡ്യൂൾ, ആക്ട് ആൻഡ് റൂൾ അടുത്ത 15 എണ്ണം. PYQ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് അടിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് 4 PYQ കിട്ടിയിട്ടുള്ള ലാസ്റ്റത്തെ ആ 4 PYQ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കുക. അക്കൗണ്ടിങ് 10-ാമത്തെ മൊഡ്യൂൾ നോക്കുക. 10-ാമത്തെ മൊഡ്യൂളിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. BEP ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതൊന്ന് നോക്കി പോവുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുക. ബാങ്കിങ് 11, 12. പിന്നെ ഫ്രൈഡേ 16-ാം തീയതി കോപ്പറേഷൻ. അപ്പോൾ നമുക്ക് 15 മൊഡ്യൂളാണ് കോപ്പറേഷനുള്ളത്. കോപ്പറേഷൻ നമുക്ക് അവിടെ തീരും. അപ്പോൾ റിവിഷൻ നോക്കുക, കോപ്പറേഷൻ്റെ റിവിഷൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കോപ്പറേറ്റീവയുടെ PYQൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡേ ഞാൻ അത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനത്തെ സെറ്റിൻ്റെ ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിവിഷൻ്റെ അന്ന് ഞാൻ ഈ മുന്നത്തെ നോക്കാണ്ട് ഈ പ്രിൻ്റ് ഔട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് അടിക്കുക. ദെൻ ആക്ട് ആൻഡ് റൂള് അടുത്ത 15 എണ്ണം നോക്കുക. അതിൽ പിന്നെ റൂൾസിൽ ബാക്കി ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഫ്രൈഡേ ഇമ്പോർട്ടൻ്റ് ഉള്ള റൂൾസ് സെക്ഷൻസ് അതോടെ കൂടി കഴിഞ്ഞു. റൂൾസ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം നോക്കുക. PYQ ഞാൻ അന്നും ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ അക്കൗണ്ടിങ്ങിൻ്റെ PYQ സെറ്റ് ഉണ്ട്, ബാങ്കിങ്ങിൻ്റെ PYQ സെറ്റ് ഉണ്ട്. അപ്പം ഞാനത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രൈഡേ 16-ാം തീയതി അക്കൗണ്ടിങ് റിവിഷൻ, ബാങ്കിങ് കഴിഞ്ഞിട്ടില്ല മൊഡ്യൂൾ 13, 14 വന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ സിലബസ് നമ്മളൊന്ന് ഓടിച്ച് കവറാവും. പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം സാറ്റർഡേ ആണ് ഞാൻ ഇംഗ്ലീഷ്, മാത്സ്, GK നോക്കാനായിട്ട് വിചാരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ടെൻസൊക്കെ ഒന്ന് നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ടൈപ്പ് ഒന്ന് അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അതൊക്കെ എന്താ വരിക എന്ന് നമുക്ക് എപ്പോഴായാലും ഒന്ന് കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ തലേദിവസത്തേക്ക് അത് നോക്കാൻ വെച്ചിരിക്കുകയാണ്. മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, കലണ്ടറിൻ്റെ, അതുപോലെ തന്നെ ശ്രേണിയിലത്തെ റാങ്കിങ്ങിൻ്റെ, അതിനൊക്കെ ഓരോ ഫോർമുല ഉണ്ടല്ലോ, അത് തലേദിവസം ഞാൻ നോക്കാമെന്ന് വെച്ചേക്കണം. GK ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റർടൈനിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ് അന്ന് തലേദിവസം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ PYQ വേണ്ടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ടേബിൾ കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക. കുറേ പേര് ടൈം ടേബിൾ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.